ഹായ് എവരി വൺ. മെഷീനിങ് പ്രോസസ്സസ് എന്ന ടോപ്പിക്കിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ രണ്ട് മെഷീൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഒന്ന് ലെയ്ത്ത്, ടേണിങ് ഓപ്പറേഷൻ ചെയ്യുന്ന മെഷീൻ ലെയ്ത്ത്, ദെൻ ഡ്രില്ലിംഗ് ചെയ്യുന്ന മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മില്ലിംഗ് ഓപ്പറേഷനാണ്. അത് ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്നത് മില്ലിംഗ് മെഷീൻ ആയിരിക്കും. നോക്കാം എന്താണ് മില്ലിംഗ് ഓപ്പറേഷൻ എന്ന്. It is a process of removing metal by feeding the workpiece against a rotating multi-point cutter. അതായത് ഇവിടെ മെറ്റീരിയൽ റിമൂവൽ തന്നെയാണ്, പക്ഷേ വർക്ക് പീസിന് ഒരു റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ്, അതായത് മോർ ദാൻ വൺ കട്ടിംഗ് പോയിന്റ് ഉള്ള ഒരു കട്ടർ എന്നാണ് പറയുക. അങ്ങനത്തെ ടൂളിനെ കട്ടർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ കൂടുതൽ മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള കട്ടിംഗ് ഓപ്പറേഷൻ നമുക്ക് മില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ പറഞ്ഞ കട്ടർ എന്ന് പറഞ്ഞ ടൂള് ഈ കാണിച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇവിടെ മൾട്ടിപ്പിൾ കട്ടിംഗ് എഡ്ജസ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് ഉണ്ട്, കട്ടിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്താൽ നമ്മുടെ വർക്ക് പീസിൽ പെട്ടെന്ന് നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഉദ്ദേശിച്ച ഷേപ്പിൽ നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഇവിടെ നമുക്കൊരു ടൂത്തഡ് വീല് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ കാണിച്ചിരിക്കുന്ന പല്ലുകൾ ഇതൊരു പൽചക്രം പോലെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. സോ ഇവിടെ കാണുന്ന ഓരോ പല്ലും ഈ പറഞ്ഞ കട്ടർ വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ പല്ലും. സോ അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ടൂത്തഡ് വീല നമ്മളിവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അല്ലേ. ഈ ടൂത്തഡ് വീലിന് പറയുന്ന പേരാണ് ഗിയർ. ഇതിനാണ് നമ്മൾ ഗിയർ എന്ന് പറയുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഗിയർ ആയിരിക്കും. ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, ഓട്ടോമൊബൈൽസിലും അതുപോലെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആണ് ഗിയർ. ഓക്കെ, അപ്പോൾ ഗിയർ കട്ടിംഗ് ആയിരിക്കും നമ്മുടെ മില്ലിംഗ് മെഷീനിൽ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ. ആസ് എ കട്ടർ റൊട്ടേറ്റ്സ്, ഈച്ച് കട്ടിംഗ് എഡ്ജസ് റിമൂവ് സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ അഡ്വാൻസിങ് വർക്ക് പീസ് ഫോർ ഈച്ച് റൊട്ടേഷൻ ഓഫ് ദ കട്ടർ. ഓരോ റൊട്ടേഷനിലും കുറച്ചായിട്ട് റൊട്ടേറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് എന്താ പറയുക, നമ്മുടെ വർക്ക് പീസിനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഷേപ്പിലേക്ക് എത്തിക്കും. വർക്ക് പീസ് നമ്മുടെ കട്ടറിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കും കേട്ടോ, ഒരു ഫോമിങ് ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിൽ അത് കട്ട് ചെയ്ത് എടുക്കും. ദ റേറ്റ് ഓഫ് മെറ്റൽ റിമൂവൽ ഈസ് റാപ്പിഡ്. പെട്ടെന്ന് മെറ്റൽ റിമൂവ് ചെയ്യും. ആസ് എ കട്ടർ റൊട്ടേറ്റ്സ് അറ്റ് വെരി ഹൈ സ്പീഡ് ആൻഡ് ഹാസ് മെനി കട്ടിംഗ് എഡ്ജസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ദ കട്ടർ മോഷൻ ആൻഡ് ദ വർക്ക് പീസ് ഫീഡ്, മില്ലിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഉണ്ട്. ഇനി ഇവിടെ റൊട്ടേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. ക്ലോക്ക് വൈസും കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് വരാം. അതുപോലെ നമ്മുടെ വർക്ക് പീസ് ഫീഡ് ചെയ്യുന്ന ഡയറക്ഷൻ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്കാണ് വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ആ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്താൽ നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ മില്ലിംഗ് ഓപ്പറേഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് കൺവെൻഷണൽ മില്ലിംഗ് ഓർ അപ്പ് മില്ലിംഗ്. സെക്കൻഡ് ക്ലൈംബ് മില്ലിംഗ് ഓർ ഡൗൺ മില്ലിംഗ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്താണ് കൺവെൻഷണൽ ആൻഡ് ക്ലൈംബ് മില്ലിംഗ് എന്ന് നോക്കാം. ഫസ്റ്റ് കൺവെൻഷണൽ മില്ലിംഗ് ഓർ അപ്പ് മില്ലിംഗ് ആണ്. അതിന് ഈ ഡയഗ്രാം ശ്രദ്ധിക്കാം. ഇവിടെ വർക്ക് പീസ്, ഇവിടെ ഓൾറെഡി നമ്മുടെ മില്ലിംഗ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഷേപ്പ് മാറിയിട്ടുണ്ട് വർക്ക് പീസിൻ്റെ. പക്ഷേ നമുക്ക് ഡയറക്ഷൻ നോക്കാം. ഇപ്പോൾ നോക്കാം, ഇൻ ബിറ്റ്വീൻ ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ നോക്കുകയാണ് അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. വർക്ക് പീസ് മൂവ് ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ഇവിടെ കട്ടിംഗ് ഓപ്പറേഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. നോക്കുക, താഴെ നിന്ന് മുകളിലോട്ടാണ് കട്ടിങ് നടക്കുന്നത് അല്ലേ. കട്ടർ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ. വർക്ക് പീസ് ഇങ്ങനെ മൂവ് ചെയ്താൽ താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മുടെ കട്ടിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മില്ലിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേര് അപ്പ് മില്ലിംഗ് എന്നായിരിക്കും. അപ്പ് മില്ലിംഗ്. ഇനി കൺവെൻഷണൽ മില്ലിംഗ് എന്ന് പറയാൻ കാരണം ഇതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ കൂടുതൽ യൂസ് ചെയ്യാനുള്ള കാരണം ഇവിടെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന ഒരു പാത്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, കാണിച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഈ കട്ടിംഗ് ടൂള് ഇവിടെ നിന്ന് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇനീഷ്യലി കുറച്ചേ കട്ട് ചെയ്യുള്ളൂ. ആദ്യം മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറവായിരിക്കും. പക്ഷേ ഗ്രാജുവലി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് മുകളിലേക്ക് മുകളിലേക്ക് മില്ല് ചെയ്ത് വരുമ്പോൾ അത് കൂടുതലായിട്ട് വരും. സോ അതാണ് കൺവെൻഷനലി ഈ മെത്തേഡ് യൂസ് ചെയ്യാനുള്ള കാരണം. ഇനീഷ്യലി കുറവ് മെറ്റൽ റിമൂവൽ റേറ്റ് ആണെങ്കിൽ കൂടിയും, പക്ഷേ പിന്നീട് അത് കൂടി വരും. അതാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്. സോ ഇതിൻ്റെ പോയിൻറ്റ്സ് നോക്കാം. In conventional milling, the workpiece which is mounted on the table is fed in the opposite direction as that of the rotating cutter. കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വർക്ക് പീസ് ഇവിടെ മൂവ് ചെയ്യുക. ഓക്കെ, ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി കൺവെൻഷണൽ മില്ലിംഗ്. ഇൻ കൺവെൻഷണൽ മില്ലിംഗ് ദ ചിപ്പ് തിക്നെസ് വേരീസ് ഫ്രം മിനിമം അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ കട്ട് ടു മാക്സിമം അറ്റ് ദ എൻഡ് ഓഫ് ദ കട്ട്. ചിപ്പ് എന്ന് പറഞ്ഞാൽ
ഈ മെറ്റീരിയൽ റിമൂവ് ആവുന്നത് നമുക്ക് പൊടി പോലൊന്നായിട്ടല്ല റിമൂവ് ആവുക അല്ലേ, അത് പീസസ് ആയിട്ടായിരിക്കും. സോ ആ റിമൂവ് ആവുന്ന പീസസ് എന്ന് പറയുന്ന പേരാണ് ചിപ്പ്. ഓക്കെ, അത് ഏത് കേസിലായാലും ഇപ്പോൾ ലെയ്ത്തിലായാലും ഡ്രില്ലിംഗ് മെഷീനിലായാലും എല്ലായിടത്തും ചിപ്പ് തന്നെയാണ് പറയാം കേട്ടോ. ഇവിടെ മില്ലിങ്ങിൽ നമ്മൾ ചിപ്പ്, ഇവിടെ നമ്മൾ ചിപ്പിനെ പറ്റി പറഞ്ഞത് മാത്രം. സോ ഇവിടെ ചിപ്പ് തിക്നെസ് ഇനീഷ്യലി മെറ്റൽ റിമൂവൽ റേറ്റ് കുറവായതുകൊണ്ട് ചിപ്പ് തിക്നെസ് മിനിമം വാല്യൂവിൽ നിന്നും പതുക്കെ പതുക്കെ മാക്സിമം വാല്യൂവിലേക്ക് എത്തും. ഇതുകൊണ്ടാണ് നമ്മൾ കൺവെൻഷണൽ മില്ലിംഗ് എന്ന് പറയാൻ കാരണം. ഇതാണ് കൺവെൻഷണൽ മെത്തേഡ്, അതുകൊണ്ടാണ് കൺവെൻഷണൽ മില്ലിംഗ് എന്ന് പറയുന്നത്. നൗ ലോഡ് ഓൺ ഈച്ച് കട്ടിംഗ് എഡ്ജ് ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ്. ഇവിടെ മെറ്റീരിയൽ റിമൂവൽ റേറ്റും ഗ്രാജുവലി കൂടുന്ന കാരണം ലോഡ്, ഓരോ കട്ടിംഗ് എഡ്ജിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നു, അതായത് കട്ട് ചെയ്യുന്ന എഡ്ജിൽ തിരിച്ച് ഒരു ഫോഴ്സ് കിട്ടും അല്ലേ, കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ലോഡ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ കൂടി കൂടി വരും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, കാരണം നമ്മുടെ ലോഡ് കൂടുന്തോറും നമ്മുടെ കട്ടിംഗ് ടൂളിൻ്റെ ലൈഫ് കുറഞ്ഞു വരികയും ചെയ്യാം. കാരണം അത് തേമാനൊക്കെ വരും അല്ലേ, അത് മാറ്റി മെയിൻ്റെനൻസ് നടത്തേണ്ടി വരും. നൗ കട്ടർ ടെൻസ് ടു ലിഫ്റ്റ് ദ വർക്ക് പീസ് ഫ്രം ദ വർക്ക് ടേബിൾ. അതും ഒരു പ്രോബ്ലമാണ്. കാരണം കണ്ടോ, ഇതിൻ്റെ കട്ടറിൻ്റെ മോഷൻ നോക്കിയാൽ മതി, അപ്പ് മില്ലിംഗ് ആണ്, മുകളിലേക്കാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മുകളിലേക്ക് ഒരു ഫോഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഫോഴ്സ് കാരണം വർക്ക് പീസ് കറക്റ്റായിട്ട് ടേബിളിൽ ഇരിക്കില്ല, മുകളിലേക്ക് തെറിച്ച് പോകാനുള്ള ചാൻസ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മെക്കാനിസംസ് വെച്ച് അതിനെ ഹോൾഡ് ചെയ്യണം. അതൊരു എന്താ പറയുക, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് അപ്പ് മില്ലിംഗ് ഓർ കൺവെൻഷണൽ മില്ലിങ്ങിനെ പറ്റിയിട്ടാണ്. ഇനി ഡൗൺ മില്ലിംഗ് നോക്കാം. ക്ലൈംബ് മില്ലിംഗ് എന്നും പറയുന്നു. എന്താണ് ഡൗൺ മില്ലിംഗ് എന്ന് പറയാനുള്ള കാരണമെന്ന് ആദ്യം നോക്കാം. വർക്ക് പീസ് മൂവ് ചെയ്യുന്നത് മാറ്റില്ല, സെയിം ഡയറക്ഷൻ തന്നെ, മുൻപത്തെ കേസിലെ പോലെ തന്നെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് വർക്ക് പീസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വർക്ക് പീസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതേ സെയിം ഡയറക്ഷനിൽ, ഇൻ എഫക്റ്റ് നോക്കിയാൽ സെയിം ഡയറക്ഷനാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഇങ്ങോട്ട്, നമ്മുടെ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതും ഇങ്ങോട്ട് തന്നെ, ഇൻ എഫക്റ്റ് നോക്കിയത് സെയിം ഡയറക്ഷനായിട്ട് എടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇത് എന്താ പറയുക, സെയിം ഡയറക്ഷൻ എന്ന് പറയുന്നത്. കട്ടറും വർക്ക് പീസും മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലേക്കാണെന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി മെറ്റീരിയൽ റിമൂവൽ നോക്കുക. മുകളിൽ നിന്നും താഴേക്കാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡൗൺ മില്ലിംഗ് എന്ന പേര് വന്നത്. ഇനി ക്ലൈംബ് മില്ലിംഗ് എന്ന് പറയാൻ കാരണം, നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോൾ തന്നെ, നമ്മൾ ഇതൊരു ക്ലൈംബ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ്. നമ്മളിപ്പോൾ കൈ കൊണ്ട് നമ്മളെന്തെങ്കിലും ഒരു റഫ് സർഫസിൽ കയറി പോകണമെങ്കിൽ, ഒരു മല അല്ല കുന്നിൻ ചെരുവിലൊക്കെ കയറി പോകുന്നെങ്കിൽ നമ്മൾ ക്ലൈംബ് ചെയ്യുന്നല്ലേ പറയാം. അതേപോലെ പിടിച്ചാണ് കയറി പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ക്ലൈംബ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ താഴേക്ക് വരുന്നതോറും കുറഞ്ഞാണ് വരുന്നത്, മുകളിലത്തെ പോലെയല്ല. അപ്പോൾ താഴേക്ക് വരുന്നതോറും മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറഞ്ഞു വരും. അതുകൊണ്ട് ലോഡ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ആ രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ഡൗൺ മില്ലിംഗ് ആയതുകൊണ്ട് തന്നെ താഴേക്കായിരിക്കും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, ആ താഴേക്ക് വരുന്ന ഫോഴ്സ് നമ്മുടെ വർക്ക് പീസിനെ ടേബിളിൽ തന്നെ മൗണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടേബിളിൽ നിന്ന് വർക്ക് പീസ് ഒരിക്കലും തെറിച്ച് പോകാൻ ഇവിടെ ഒരു ചാൻസ് വരില്ല നമ്മുടെ ഈ മില്ലിംഗ് കാരണം. അതുകൊണ്ട് താഴേക്ക് തന്നെയായിരിക്കും ഫോഴ്സ് വരിക. അതുകൊണ്ട് വർക്ക് പീസ് കറക്റ്റായിട്ട് ടേബിളിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഫോഴ്സിങ് ദ വർക്ക് പീസ് ടുവേർഡ്സ് ദ ടേബിൾ. ഇത്രയും പോയിന്റ്സ് ആയിരിക്കും ക്ലൈംബ് അല്ലെങ്കിൽ ഡൗൺ മില്ലിങ്ങിൻ്റെ കേസിൽ വരിക. ഓക്കെ, സോ ഇത് മെയിൻ ആയിട്ടുള്ള രണ്ട് മില്ലിംഗ് ഓപ്പറേഷൻസ് ആയിരുന്നു. ഇനി മില്ലിംഗ് കൂടാതെ വേറെ ഓപ്പറേഷൻസ് നമുക്ക് മില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റും, നോക്കാം. അതിനു മുമ്പ് മില്ലിംഗ് മെഷീൻ, ഈ കാണിച്ചിരിക്കുന്നതാണ് മില്ലിംഗ് മെഷീൻ. ഇവിടെ നമുക്ക് ഒരു ബേസ് ഉണ്ട്, കോളം ഉണ്ട്, ബേസ്, കോളം, ടേബിൾ, അതേപോലെ ഒരു ഹെഡ്. ഓക്കെ, ഹെഡിന് പറയുന്ന പേര് ഓവർ ആം എന്നായിരിക്കും. ഈ ഡയഗ്രാമാണ് എക്സാമിന് വരയ്ക്കേണ്ടത്. ബേസ് കാണിച്ചിരിക്കുന്നു, കോളം കാണിച്ചിരിക്കുന്നു, ഓവർ ആമിൽ നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് ഈ കട്ടറാണ്. കണ്ടോ, കട്ടറാണ് നമ്മുടെ കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിനെ പറയുന്ന പേരാണ് ആർബർ. ആർബർ എന്ന് പറയുന്ന ഷാഫ്റ്റിലായിരിക്കും കട്ടിംഗ് ടൂൾ കണക്ട് ചെയ്യുന്നുണ്ടാവും. ഈ കട്ടിംഗ് ടൂൾ മൂവബിൾ ആണ്, ആർബറിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇനി ആർബർ റൊട്ടേറ്റ് ചെയ്യുന്നത് സ്പിൻഡിൽ വഴിക്കാണ്. ഇവിടെ സ്പിൻഡിലുണ്ട്. സോ സ്പിൻഡിൽ ഒരു മോട്ടോർ വെച്ചിട്ടായിരിക്കും കണക്ഷൻ വരിക. അങ്ങനെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും ആർബർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ടേബിൾ ഉണ്ട്. ടേബിളിൻ്റെ ഒപ്പം തന്നെ സാഡിൽ, നമ്മൾ കാരേജ് പറഞ്ഞില്ലേ ലേത്തിൻ്റെ കേസിൽ, കാരേജ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലേ, അതേപോലെ സാഡിൽ മൂവ് ചെയ്തിട്ടായിരിക്കും ടേബിളും നമ്മുടെ വർക്ക് പീസും ഇവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നീ, ടേബിളും സാഡിലും വെച്ചിരിക്കുന്ന കോമൺ എന്ന് പറയുന്ന പേര് നീ എന്നായിരിക്കും. നീ മുകളിലോട്ടും താഴോട്ടും നമുക്ക് നീക്കാൻ പറ്റും. ഇവിടെ ആർബറിൽ ആ മോഷൻ ചെയ്യാൻ പറ്റില്ല. ആർബറിൽ ഓൾറെഡി റൊട്ടേഷണൽ മോഷനും പിന്നെ ടൂളിനെ ലെഫ്റ്റിലും റൈറ്റിലേക്കും നീക്കുക. മുകളിലോട്ടും താഴോട്ടും നീക്കാൻ പറ്റില്ല. മുകളിലോട്ടും താഴോട്ടും നമ്മൾ വർക്ക് പീസിനാണ് നീക്കുക. അത് നീ എന്ന് പറയുന്ന കോമൺ മൂവ് ചെയ്തിട്ടായിരിക്കും.
നീ മൂവ് ചെയ്യുന്നത് എലിവേറ്റിംഗ് സ്ക്രൂ വെച്ചിട്ടാണ്. ഈ എലിവേറ്റിംഗ് സ്ക്രൂ നമ്മുടെ ലെയ്ത്തിൻ്റെ കേസിലെ ലീഡ് സ്ക്രൂ പോലെ തന്നെ. അപ്പോൾ ഈ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പതുക്കെ നമ്മുടെ നീയും ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് മില്ലിംഗ് മെഷീൻ. ഇതിൻ്റെ ഓരോ പാർട്സായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഡയഗ്രാം വെച്ചിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ മില്ലിംഗ് ഓപ്പറേഷൻസ് ആണ്. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. അത് മില്ലിങ്ങിൻ്റെ കേസിലാണ്, ഗിയർ കട്ട് ചെയ്യുന്ന കേസിലാണ്. അത് കൂടാതെ വേറെ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് മില്ലിംഗ് മെഷീൻസ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സം ഓഫ് ദ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ മില്ലിംഗ് മെഷീൻസ്. ഫസ്റ്റ് വൺ, സ്ലാബ് ഓർ പ്ലെയിൻ മില്ലിംഗ്. ഓക്കെ, ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടാക്കിയെടുക്കുക, അതിനാണ് പ്ലെയിൻ മില്ലിംഗ് അല്ലെങ്കിൽ സ്ലാബ് മില്ലിംഗ് എന്ന് പറയുന്നത്. ഫേസ് മില്ലിംഗ്. ഫേസ് മില്ലിങ്ങും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടാക്കുന്നതിന് ഒരു ഫേസ് ഉണ്ടാക്കുക. സൈഡ് മില്ലിംഗ്, സൈഡിൽ മില്ല് ചെയ്യുക. ഏതെങ്കിലും വർക്ക് പീസിന് സൈഡിൽ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യാം. എൻഡ് മില്ലിംഗ്. എൻഡ് മില്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഷാഫ്റ്റിൻ്റെ എൻഡ് ഒക്കെ മില്ല് ചെയ്തെടുക്കുക, ഫേസ് ചെയ്തെടുക്കുക. ഫേസ് മില്ലിംഗ് പോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ. ടീ സ്ലോട്ട് മില്ലിംഗ്. ടീ പോലെയുള്ള ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ ടീ സ്ലോട്ട് മില്ലിംഗ്. ഇതിനൊക്കെ ഡയഗ്രാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആംഗുലർ മില്ലിംഗ്, ഒരു ആംഗുലർ ഷേപ്പ് ഉണ്ടാക്കുക. ഫോം മില്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഗിവൺ ഷേപ്പിലേക്ക്, ഒരു ടൂളിൻ്റെ ഗിവൺ ഷേപ്പ് ഉണ്ടാവും, ആ ഷേപ്പിലേക്ക് നമ്മൾ വർക്ക് പീസിന് മാറ്റിയെടുക്കുക മില്ലിംഗ് ചെയ്തിട്ട്. നൗ ലാസ്റ്റ് പ്രോസസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഗിയർ കട്ടിങ്. ഓക്കെ, നോക്കാം, ഓരോ പ്രോസസ്സായിട്ട് നോക്കാം. സ്ലാബ് ഓർ പ്ലെയിൻ മില്ലിംഗ്. Slab or plane milling is a process in which the flat horizontal surface parallel to the axis of the cutter can be produced. ഇവിടെ ഈ കട്ടറിൻ്റെ റൊട്ടേറ്റിംഗ് ആക്സിസ് ഉണ്ടാവും, ആ ആക്സിസിന് പാരലായിട്ടുള്ള സർഫസുകൾ ഉണ്ടാക്കാൻ അതിനാണ് നമ്മൾ പ്ലെയിൻ മില്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഉണ്ടാകുന്ന സർഫസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സർഫസ് ആയിരിക്കും, മാത്രമല്ല നമ്മുടെ ആക്സിസ് ഓഫ് ദ കട്ടറിന് പാരലായിരിക്കും. ഓക്കെ, സ്ലാബ് മില്ലിംഗ് അല്ലെങ്കിൽ പ്ലെയിൻ മില്ലിംഗ് എന്ന് പറയും. ഇനി ഫേസ് മില്ലിംഗ്. ഒരു വർക്ക് പീസിൻ്റെ ഫേസിനെ ഷേപ്പ് ചെയ്തെടുക്കുക, ഫ്ലാറ്റ് സർഫസ് ഉണ്ടാക്കാൻ തന്നെ. ഫേസ് മില്ലിംഗ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് എ ഫ്ലാറ്റ് സർഫസ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദ കട്ടർ. അതാണ് മെയിൻ വ്യത്യാസം. ആക്സിസ് ഓഫ് കട്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും, ഒരു പ്ലെയിൻ ഫേസ് ആയിരിക്കും ഇവിടെ കിട്ടുക. അതിന് ഫേസ് മില്ലിംഗ് എന്ന ഓപ്പറേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നൗ സൈഡ് മില്ലിംഗ്. സൈഡ് മില്ലിംഗ് ഇത് വർക്ക് പീസിൻ്റെ സൈഡാണ്, നമ്മൾ തിരിച്ചു വച്ചിരിക്കുകയാണ്. വർക്ക് പീസിന് സൈഡിൽ മില്ല് ചെയ്തെടുക്കുക, അതിന് ആ ഓപ്പറേഷൻ പറയുന്ന പേരാണ് സൈഡ് മില്ലിംഗ്. ഇതിന് ഓരോന്നും സെപ്പറേറ്റ് ടൂളാണ് കേട്ടോ. ഈ ഫേസ് മില്ലിങ്ങിന് ഒരു വേറെ ടൂളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ വെർട്ടിക്കൽ ആക്സിസുള്ള ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സൈഡ് മില്ലിങ്ങിന് വേറെ ടൂളായിരിക്കും. സൈഡ് മില്ലിംഗ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഫ്ലാറ്റ് വെർട്ടിക്കൽ ഫേസസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ സൈഡ് ഓഫ് ദ വർക്ക് പീസ്. വർക്ക് പീസിൻ്റെ സൈഡിൽ ഫ്ലാറ്റ് വെർട്ടിക്കൽ ഫേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈഡ് മില്ലിംഗ് യൂസ് ചെയ്യും. എൻഡ് മില്ലിംഗ്. ഇതിനാണ് എൻഡ് മില്ലിംഗ് എന്ന് പറയുന്നത്. End milling is a process by which a flat surface, which may be vertical or horizontal, ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു എൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡ് മില്ലിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടീ സ്ലോട്ട് മില്ലിങ്. ഇത് ഡയഗ്രാം കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഈ സ്ലോട്ട് പിന്നെ ടീ സ്ലോട്ട്, ടീ ഷേപ്പിൽ, ടീ ആൽഫബറ്റിൻ്റെ ഷേപ്പിലുള്ള സ്ലോട്ടാണ്. അതുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ആ ഷേപ്പിലുള്ള ടൂൾ യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ടീ സ്ലോട്ട് മില്ലിങ്. ടീ സ്ലോട്ട് ഈസ് പ്രൊഡ്യൂസ് യൂസിങ് ടീ സ്ലോട്ട് കട്ടർ. ടീ സ്ലോട്ട് കട്ടർ വെച്ചിട്ടായിരിക്കും ഈ മില്ലിങ് ചെയ്യുന്നത്. ആംഗുലർ മില്ലിംഗ്. ആംഗുലർ മില്ലിംഗ് ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ആംഗുലർ സർഫസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ വർക്ക് പീസ്. ദെൻ ഫോം മില്ലിംഗ്. ഫോം മില്ലിങ്ങിൽ നോക്കുക, ഇവിടെ ഫോം കട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോം കട്ടർ എന്ന് പറഞ്ഞൊന്നുമില്ല, ഒരു ഗിവൺ ഷേപ്പിലുള്ള കട്ടർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കർവ്ഡ് സർഫസ് ആണ് കാണിച്ചത് അല്ലേ. അപ്പോൾ കർവ്ഡ് സർഫസിന് അതേപോലെയുള്ള സർഫസ് നമുക്ക് വർക്ക് പീസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ മില്ലിംഗ് വെച്ചിട്ട്. അതാണ് ഫോം മില്ലിംഗ് എന്ന് പറയുന്നത്. ഫോം മില്ലിംഗ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പ്രൊഫൈൽസ് ഓൺ ദ വർക്ക് പീസസ് ആർ പ്രൊഡ്യൂസ്ഡ്. നമുക്ക് ഏത് രീതിയിലുള്ള പ്രൊഫൈൽ വേണമെങ്കിലും ചെയ്യാം, അതിനനുസരിച്ചുള്ള ആ ഷേപ്പിലുള്ള കട്ടർ നമ്മൾ യൂസ് ചെയ്യണമെന്ന് മാത്രം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ഗിയർ കട്ടിങ്. സോ ഗിയർ കട്ട് ചെയ്യാനുള്ള കട്ടറിൻ്റെ ഷേപ്പ് നോക്കുക, അതിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഷേപ്പിലായിരിക്കും നമ്മുടെ ഗിയറിൻ്റെ പല്ലെന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ടൂളിൻ്റെ ഈ ഷേപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഗിയറിൻ്റെ 2 പല്ലുകളുടെ ഇടയ്ക്കുള്ള സ്പേസിംഗ് ആണ്. അപ്പോൾ അത് ആ ഷേപ്പിലുള്ള ടൂൾ വെച്ച് കട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത്. Okay, the gear cutting operation. Gear cutting processes by which gears are produced using form cutters. Okay, ഇത്രയാണ് നമുക്ക് മില്ലിംഗ് ഓപ്പറേഷൻസ്, മില്ലിംഗ് മെഷീൻസിനെ കുറിച്ചും മില്ലിംഗ് ഓപ്പറേഷനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് അതർ ദാൻ മില്ലിംഗ്, അതർ ദാൻ ഗിയർ കട്ടിങ് ഇൻ മില്ലിംഗ് മെഷീൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ പറയുന്നത്.
അടുത്ത വീഡിയോയിൽ ഗ്രൈൻഡിങ് മെഷീനെ കുറിച്ചായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.